ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 7 ജില്ലകളിലെ പോളിംഗ് നിരക്ക് 18.82%. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ ആരംഭിച്ചു. കരകൌശല മേഖലയിലെ മികവിനുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെടുപ്പ് 6-ാം മണിക്കൂറിലേക്ക് കടക്കാനിരിക്കെ 18.82% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മികച്ച ജനപങ്കാളിത്തമാണ് രാവിലെ മുതൽ മിക്ക ബൂത്തുകളിലും ദൃശ്യമാകുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിവരെ നീളും. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 37.35%, കൊല്ലത്ത് 41.15%, പത്തനംതിട്ടയിൽ 39.75% പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. ആലപ്പുഴയിൽ നിലവിൽ പോളിംഗ് ശതമാനം 42.73%, കോട്ടയത്ത് 40.68% ആണ്. ഇടുക്കിയിൽ 39.04%, എറണാകുളത്ത് 42.83% ആണ് ഇതുവരെയുള്ള പോളിംഗ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ 30.4% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വർക്കല, നെയ്യാറ്റിൻകര നഗരസഭകളിലും പഞ്ചായത്ത് തലത്തിലും മികച്ച ജനപങ്കാളിത്തമാണ് വോട്ടെടുപ്പിൽ പ്രകടമാകുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ 33.21% പേർ ഇതുവരെ വോട്ട് ചെയ്തു. പരവൂർ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂർ നഗരസഭാ മേഖലകളിലും ജില്ലയിലെ പഞ്ചായത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് ബൂത്തുകളിൽ ദൃശ്യമാകുന്നുണ്ട്. ആലപ്പുഴ, ചേർത്തല, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, ഹരിപ്പാട് നഗരസഭകളിലും ജില്ലയിലെ പഞ്ചായത്ത് തല ബൂത്തുകളിലും മികച്ച പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയത്തും വോട്ടർമാരുടെ ഭാഗത്തുനിന്നും മികച്ച പങ്കാളിത്തം അനുഭവപ്പെടുന്നുണ്ട്. കോട്ടയം, ചങ്ങനാശ്ശേരി, പാല, വൈക്കം, ഏറ്റുമാനൂർ, ഈരാറ്റുപേട്ട നഗരസഭകളിലേക്കും 71 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമാണ് ജില്ലയിൽ വോട്ടെടുപ്പ്. എറണാകുളം ജില്ലയിലാണ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ 33.31% പോളിംഗ് ഇതിനകം രേഖപ്പെടുത്തി. 13 നഗരസഭകളും 82 ഗ്രാമപഞ്ചായത്തുകളും 14 ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് ജില്ലയിൽ ഉള്ളത്. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് 3 ഇടങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. മലപ്പുറം പായ്പാടം, തിരുവനന്തപുരം വിഴിഞ്ഞം, എറണാകുളം പാമ്പാക്കുട എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. പുതുക്കിയ തീയതി സംബന്ധിച്ച് പിന്നീട് വിജ്ഞാപനം ഇറക്കും. ഇനി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിലെ സ്ഥാനാർത്ഥികൾ വീണ്ടും നാമനിർദ്ദേശ പത്രിക നൽകേണ്ടതില്ല. ഇടുക്കി ജില്ലയിൽ രാവിലെ മുതൽ ആവേശകരമായ പങ്കാളിത്തം വോട്ടർമാരിൽ നിന്നുണ്ടായി. പിന്നീട് തിരക്ക് അല്പം കുറഞ്ഞെങ്കിലും ഉച്ചതിരിഞ്ഞ് കൂടുതൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ നമ്മോടൊപ്പം ചേരുന്നു. രതീഷ്, കേൾക്കാമോ? കേൾക്കാം. തുളസിദാസ്, ഹൈറേഞ്ച് ഓറഞ്ച് വ്യത്യാസമില്ലാതെ ഇടുക്കിയിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. തോട്ടം മേഖലയിലും ഇടമലക്കുടി ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലയിലും മികച്ച പോളിംഗാണ് രാവിലെ മുതൽ രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ തന്നെ ബൂത്തുകൾക്ക് മുമ്പിൽ വോട്ടർമാർ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കൂട്ടത്തിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെയുള്ള വോട്ടർമാരാണ് ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വിവിധ തോട്ടങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. അതേസമയം തുടക്കത്തിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അത് അടിമാലി, വണ്ടിപ്പെരിയാർ, കുടയത്തൂർ പഞ്ചായത്തുകളിലെ ഒന്നിലേറെ ബൂത്തുകളിലെ വോട്ടിംഗ് മെഷീൻ തകരാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ പലതും വോട്ട് ചെയ്ത് തുടങ്ങിയതിനു ശേഷമാണ് ഈ തകരാർ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവ പരിഹരിച്ചാണ് പലയിടത്തും വോട്ടിംഗ് പുനരാരംഭിക്കാനായത്. അതേസമയം ശരി, നന്ദി രതീഷ്. സംസ്ഥാനത്തെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,000-ലധികം വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾക്ക് പുറമെ 39 നഗരസഭകളിലേക്കും 471 ഗ്രാമപഞ്ചായത്തുകളിലും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 7 ജില്ലാ പഞ്ചായത്തുകളിലുമാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ 36,630 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത്. 15,000-ലേറെ പോളിംഗ് സ്റ്റേഷനുകൾ ആദ്യഘട്ട വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിട്ടുണ്ട്. 7 ജില്ലകളിലായി 1,32,83,000-ലേറെ വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. പോളിംഗ് സ്റ്റേഷനുകളിൽ വൈദ്യുതി, കുടിവെള്ളം, വിശ്രമിക്കുവാനുള്ള സൌകര്യം, റാമ്പ്, ക്യൂ സൌകര്യം തുടങ്ങിയവ ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും ശാരീരിക അവശതയുള്ളവർക്കും ക്യൂ ഇല്ലാതെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക സൌകര്യവും ലഭ്യമാണ്.
പത്തനംതിട്ട ജില്ലയിലെ മലയോര ഗ്രാമീണ മേഖലകളിൽ മികച്ച പങ്കാളിത്തം വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ദൃശ്യമാകുന്നു. ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തത്സമയം ചേരുന്നു. ശ്രീജി, ജില്ലയിൽ വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? ഉച്ചതിരിഞ്ഞ് പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയരാനാണോ സാധ്യത? തദ്ദേശ സ്വയംഭരണ പൊതുതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലൊന്നായ പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ അടക്കം രാവിലെ മുതൽ വോട്ടിംഗ് നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. വലിയ ആവേശത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ ജില്ലയിൽ കാണാനാകുന്നത്. ഉച്ചകഴിഞ്ഞും വോട്ടിംഗ് ശതമാനം നല്ല നിലയിൽ ഉയരുമെന്നാണ് കണക്കാക്കാനാകുന്നത്. നഗരസഭകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും കൂടുതൽ പേർ വോട്ട് ചെയ്യാനെത്തിയത് നിലവിൽ പന്തളത്താണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ആന്റണി എം പി തുടങ്ങിയവർ ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ വള്ളിക്കോട്, മലയാളപ്പുഴ, പത്തനംതിട്ട ടൗൺ, വാർഡ്, നിരണം എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായെങ്കിലും പരിഹരിക്കപ്പെട്ടു. വള്ളിക്കോട് 2 മണിക്കൂറാണ് വോട്ടിംഗ് മെഷീന്റെ തകരാർ മൂലം വോട്ടിംഗ് മുടങ്ങിയത്. വോട്ട് ചെയ്യുന്നതിനുള്ള തിരിച്ചറിയൽ രേഖയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജീവനക്കാർക്ക് നൽകുന്ന ഓഫീസ് ഐഡി കാർഡും ഉപയോഗിക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ ഐഡി കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഫോട്ടോ പതിച്ച ബാങ്ക് പാസ്ബുക്ക്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, വോട്ടർ സ്ലിപ്പ് എന്നിവയും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. പ്രവാസി വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനുകളിൽ നേരിട്ട് ഹാജരായി പാസ്പോർട്ടിന്റെ ഒറിജിനൽ കാണിക്കേണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. കലാശക്കൊട്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്ന് ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ വ്യാഴാഴ്ചയാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR _TVM X ഹാൻഡിലും ലഭ്യമാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തിരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ ആരംഭിച്ചു. രാജ്യസഭയിൽ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം സംബന്ധിച്ച ചർച്ചകൾ ഉടൻ നടക്കും. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസ് കോംപ്ലക്സിൽ ഇന്ന് ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത് ഷാ, രാജ്നാഥ് സിംഗ്, JP നദ്ദ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, NDA MPമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കരകൌശല മേഖലയിലെ മികവിനുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 2023-2024 വർഷങ്ങളിലെ പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി വിതരണം ചെയ്തത്. രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ കരകൌശല പാരമ്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പുരസ്കാരങ്ങൾ നൽകിവരുന്നത്. എയർലൈൻ പ്രവർത്തനങ്ങളും യാത്രക്കാർക്ക് നൽകുന്ന സേവനങ്ങളും പരിശോധിക്കുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥർ വിമാനത്താവളങ്ങൾ സന്ദർശിക്കണമെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. സന്ദർശനത്തിനിടെ യാത്രക്കാരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരായണമെന്നും പോരായ്മകൾ കണ്ടെത്തിയാൽ അവ ഉടനടി പരിഹരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി വ്യോമയാന മന്ത്രി കെ റാം മോഹൻ നായിഡുവിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് നിർദ്ദേശം ഉണ്ടായത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്താകെ 50,95,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതോടെ 99.95% വോട്ടർമാർക്ക് ഫോം ലഭ്യമാക്കി. 50 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,72,22,745 ആയി ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കട്ടകിലെ ബാരാബതി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് കളി ആരംഭിക്കുക. പരമ്പരയിൽ 5 മത്സരങ്ങളാണ് ഉള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 7 ജില്ലകളിലെ പോളിംഗ് നിരക്ക് 18.82%. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണം സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ ആരംഭിച്ചു. കരകൌശല മേഖലയിലെ മികവിനുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇനി 3:30.